നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ഇഡി റെയ്ഡ്. പരിശോധന. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ കേസിലെ മുഖ്യപ്രതി നജീബ് കല്ലട്ടയുടെ വീട്ടിലും റെയ്ഡ്. കൊല്ലത്ത് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ അവയവ കച്ചവടം നടത്തി അറസ്റ്റിലായ ശ്രീജയുടെ വീട്ടിലും ഇഡി റെയ്ഡ്. തൃശൂരിൽ വീണ്ടും ഷിഗല്ല. രോഗം സ്ഥിരീകരിച്ചത് അരിമ്പൂർ സ്വദേശികളായ ദമ്പതികൾക്ക്. ആരോഗ്യനില തൃപ്തികരം. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള 43-കാരന്റെ നില അതീവ ഗുരുതരം. സമ്പർക്ക പട്ടികയിലുള്ള 2 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. കോട്ടയത്ത് മധ്യവയസ്ക എബോള ബാധിതയെന്ന് സംശയം. നിരീക്ഷണത്തിൽ കഴിയുന്നത് സുഡാനിൽ നിന്ന് ഉഗാണ്ട വഴിയെത്തിയ പാലാ സ്വദേശിനി. പരിശോധനാ ഫലം വന്നിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. PM ശ്രീയിൽ അഭിപ്രായങ്ങൾ തുടർന്ന മുന്നണി നേതാക്കൾ. LDF സർക്കാർ മരവിപ്പിച്ച പദ്ധതിയെന്ന് AK ബാലൻ. PM ശ്രീ ദേശീയ നയമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പദ്ധതി നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കുമെന്നും സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഉത്തരവ് ഇന്ന്. വിധി പറയുന്നത് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. മാസപ്പടി കേസിൽ SFIO രേഖകൾ ഇന്ന് EDക്ക് ലഭിച്ചേക്കും. അമേരിക്ക ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായെന്ന ഔദ്യോഗിക സ്ഥിരീകരണം. ഫ്രാൻസിൽ വെച്ച് കരാറിൽ ഒപ്പുവെച്ചെന്ന് ട്രംപ്. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക്. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ ഇന്ധന കപ്പൽ ഇന്ന് ഗുജറാത്ത് തീരത്തെത്തും. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ വിറപ്പിച്ച് കോങ്കോ. മത്സരം 1-1 സമനിലയിൽ. നിറം മങ്ങി ക്രിസ്ത്യാനോ റൊണാൾഡോ. പരിക്ക് മാറിയ നെയ്മർ പരിശീലനത്തിനിറങ്ങി. ഇന്ന് ചെക്ക് റിപ്പബ്ലിക് സൗത്ത് ആഫ്രിക്കയെ നേരിടും. സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ED റെയ്ഡ് നടത്തി. അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടന്നത്. അവയവക്കടത്ത് കേസിലെ പ്രതി നജീബ് കല്ലട്ടയുമായി പണമിടപാട് നടന്നതായി കണ്ടെത്തിയ ആശുപത്രികളിലായിരുന്നു റെയ്ഡ്. വ്യാജരേഖകൾ ചമച്ച് അവയവക്കടത്ത് നടത്തിയ കേസിലെ പ്രധാന പ്രതി കാസർഗോഡ് സ്വദേശി നജീബ് കല്ലട്ടറയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ ആശുപത്രികളിലായിരുന്നു പരിശോധന. ഇന്ന് പുലർച്ചെ മുതൽ സംസ്ഥാനത്തെ 4 ജില്ലകളിലെ ആശുപത്രികളിൽ ED റെയ്ഡ് നടത്തി. അവയവക്കടത്ത് നടത്തിയ കേസിൽ പോലീസ് പിടികൂടിയ നജീബിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നാണ് ആശുപത്രികളിൽ നിന്നും ഇയാൾക്ക് പണം ലഭിച്ചിരുന്നതായി കണ്ടെത്തിയത്. അവയവങ്ങൾ വിൽപ്പന നടത്തിയതിനുള്ള പാരിതോഷികമാണോ ഈ തുകയെന്നാണ് ED അന്വേഷിക്കുന്നത്. കൊച്ചിയിൽ മാത്രം 5 ആശുപത്രികളിൽ ED റെയ്ഡ് നടത്തി. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം എന്നീ ജില്ലകളിലാണ് മറ്റ് ആശുപത്രികൾ. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും വ്യാപകമായ പോലീസ് പരിശോധന നടന്നിരുന്നു. നജീബിനായി വിവിധ ജില്ലകളിൽ ഏജന്റുമാർ പ്രവർത്തിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നജീബ് കല്ലട്ടറ, ഇയാളുടെ ഭാര്യ എന്നിവരടക്കം 6 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നജീബിന്റെ ഡയറിയിൽ പരാമർശിച്ചിരുന്ന അവയവദാതാക്കളുടെയും അവയവം സ്വീകരിച്ചവരുടെയും മൊഴിയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ കോടികളുടെ അവയവ കച്ചവടം നടന്നെന്ന കേസിൽ കൊല്ലത്തും EDയുടെ റെയ്ഡ്. കൊല്ലം ആയത്തിൽ സ്വദേശിനിയും കേസിലെ പ്രതിയുമായ ശ്രീജയുടെ വീട്ടിലാണ് രാവിലെ 6 മണി മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ആരംഭിച്ചത്. കേന്ദ്ര പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ നടന്ന പരിശോധനയിൽ ED ഉദ്യോഗസ്ഥർക്കൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വീട്ടിൽ നിന്ന് രേഖകളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. വ്യാജരേഖകൾ ചമച്ച് നിയമവിരുദ്ധമായി അവയവ കച്ചവടം നടത്തിയെന്ന കേസിൽ ശ്രീജയെയും മറ്റൊരു ഏജന്റായ പട്ടത്താനം സ്വദേശി സുധീറിനെയും കഴിഞ്ഞ മാസം കിളിക്കൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശ്രീജയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ എറണാകുളത്ത് നടന്ന അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തുവന്ന അവയവ കച്ചവട കേസിൽ ഇപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് ED പരിശോധിക്കുന്നത്. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് EDയുടെ റെയ്ഡ്. അവയവക്കടത്ത് കേസിലെ പ്രധാന സൂത്രധാരൻ കല്ലട്ടർ മെഡിക്കൽ ടൂറിസം സ്ഥാപന ഉടമ നജീബിന്റെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. നേരത്തെ കേസിൽ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ EDക്ക് ലഭിച്ചിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോടികൾ നജീബിന്റെ അക്കൗണ്ടിലേക്ക് വന്നതായി നേരത്തെ ED കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് കാസർഗോഡ് മേൽപ്പറമ്പിൽ നജീബിന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുന്നത്. തൃശൂരിൽ വീണ്ടും ഷിഗല്ല. അരിമ്പൂർ സ്വദേശികളായ ദമ്പതികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇന്നലെയാണ് അസുഖം സ്ഥിരീകരിച്ചത്. ചികിത്സയിലുള്ള ദമ്പതികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇതോടെ ജില്ലയിൽ 7 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്.
കോട്ടയത്ത് മധ്യവയസ്ക എബോള നിരീക്ഷണത്തിൽ സൗത്ത് സുഡാനിൽ നിന്നും ഉഗാണ്ട വഴിയെത്തിയ പാലാ സ്വദേശിനിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. നിരീക്ഷണം സ്വാഭാവിക പ്രോട്ടോകോളിന്റെ ഭാഗം മാത്രമാണെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എബോളയുടെ ലക്ഷണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. അതേസമയം എബോള പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെ മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം പരിശോധനാ ഫലം വരും. ഇന്നലെ DMOമാരുടെ യോഗം വിളിച്ച് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. 1% പോലും റിസ്ക് എടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. തൃശൂരിലെ ഷിഗല്ല വ്യാപനത്തിൽ കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. എല്ലായിടങ്ങളിലും ശുചീകരണത്തിനും പരിശോധനയ്ക്കുമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഉഗാണ്ടയിൽ നിന്ന് വന്ന ഒരു വനിതയാണ്. അവരെ പനിയും ഛർദി അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് ചെയ്ത്. അവരുടെ ഫാമിലി പാലയിലാണ്. അതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഈ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ 1% പോലും റിസ്ക് എടുക്കാതെ പെട്ടെന്ന് തന്നെ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് പരിശോധനാ ഫലം കിട്ടും. പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കിട്ടും. അത് ഐസൊലേറ്റഡ് വാർഡിലേക്ക് പേഷ്യൻറ്റിനെ മാറ്റി സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിരുന്നു. DMOമാരുടെയും വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. എല്ലാ പ്രതിരോധത്തിനുള്ള മാർഗങ്ങളും ആരാഞ്ഞിട്ടുണ്ട്. അതിൽ പക്ഷേ ഈ പരിസര ശുചീകരണം ഒരു പ്രധാന ഘടകമാണ്. ലോക്കൽ ബോഡിയെയും അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധനയുണ്ട്. വിദ്യാലയങ്ങളിലെ കിണറുകളിലും ബോർവെല്ലിലും പരിശോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാപനം തടയാനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിപ്പ ബാധിച്ച രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന 5 പേർ കൂടി ആശുപത്രി വിട്ടു. ജില്ലയിൽ നിപ്പ ഷിഗല്ല രോഗങ്ങൾക്ക് പിന്നാലെ മലേറിയ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഈ മാസം മാത്രം ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 70 കടന്നു. ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് കോഴിക്കോട് മലേറിയ കണ്ടെത്തിയത്. ഇയാൾക്ക് രോഗം ബാധിച്ചതിന്റെ ഉറവിടം മധ്യപ്രദേശിൽ നിന്നാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഇന്നലെ മാത്രം ജില്ലയിൽ 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾ പടരുമ്പോൾ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയമെന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ MLA. കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഗുരുതര രോഗവ്യാപനത്തിൽ സംസ്ഥാനം നിൽക്കുമ്പോൾ ആരോഗ്യ ഡയറക്ടറെ പോലും മാറ്റിയത് വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി മുൻ സർക്കാരും ഇപ്പോഴുള്ള ഗവൺമെന്റും യാതൊരു വിധമായ മുന്നൊരുക്കവും നടത്താത്തതിന്റെ പ്രതിസന്ധിയാണ് ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. ഏറ്റവും പുതിയ ഷിഗല്ല 6 മരണങ്ങളാണ് നാളിതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനത്തിന് എന്ത് നടപടിയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ശുചിത്വമില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മധ്യ കേരളത്തിലും വടക്കൻ മലബാർ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത്. മഴയുടെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. ജൂൺ 21 വീണ്ടും മഴ ശക്തമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതോടെയാണ് മഴ ശക്തമാകുന്നത്. എയിംസിനായി സംസ്ഥാനം ആദ്യം 5 സ്ഥലം പ്രപ്പോസ് ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അത് 5 ജില്ലയായാൽ നല്ലത്. അല്ലാതെ തെരുവ് കച്ചവടം പോലെ 5 സ്ഥലങ്ങൾ കണ്ടെത്താനാവില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇത് ഒഫീഷ്യലായിട്ട് കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ, ഇവിടുത്തെ ചീഫ് സെക്രട്ടറി, ഇത് ആരാണോ ഇത് നിർവഹിക്കുന്നത് ആ കമ്മിറ്റിയിലേക്ക് അങ്ങനെയുള്ള 5 സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് 5 ജില്ലയായാൽ നല്ലത്. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു പ്രദേശത്തിന് എങ്ങനെ വികസനം പുതുതായി വരുന്നു എന്ന ഒരു വാല്യൂ ആഡഡ് കമ്പണൻറ്റ് കൂടി പരിശോധിച്ചുകൊണ്ട് ആ സ്ഥലങ്ങൾ അവിടെ പ്രപ്പോസ് ചെയ്താൽ
അവിടെയാണ് പിന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ചയ്ക്ക് ശേഷം ഈ സ്ഥലം നിശ്ചയിക്കപ്പെടുന്നത്. അതല്ലാതെ ഇത് നമുക്ക് തെരുവ് കച്ചവടം പോലെ 5 സ്ഥലങ്ങളുണ്ട് എടുത്തോ, അങ്ങനെ പറയാനൊക്കത്തില്ല. PM ശ്രീ വിഷയത്തിൽ സർക്കാരിനെ പരിഹസിച്ച് CPM നേതാവ് AK ബാലൻ. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്നാണ് KM ഷാജി പറഞ്ഞത്. അറബിക്കടലിൽ ഇപ്പോൾ വലവീശി എറിഞ്ഞിട്ട് ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ലെന്ന് AK ബാലൻ. PM ശ്രീ നടപ്പാക്കാൻ UDF സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ല, ബാധ്യതയുണ്ട് എന്ന് സർക്കാർ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ MOUമായി ബന്ധപ്പെട്ടുകൊണ്ട് പെനാൽറ്റി ക്ലോസ് ഉണ്ട് എവിടെയെങ്കിലും? ഇനി ഒപ്പിട്ടെന്ന് വിചാരിക്കാം, MOUയിൽ ഒപ്പിട്ട് കറക്റ്റാണ്. MOUയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഫൈനൽ എഗ്രിമെൻ്റ് അല്ല, അത് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു തുടക്കമാണ്. അപ്പം തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ CPI തുറന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങളത് നിർത്തിവെച്ച് തുടർ നടപടിക്ക് ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ ഒരു 7 അംഗ കമ്മിറ്റിയെ ഞങ്ങൾ വെച്ചു. അതുവരെ ഇത് മരവിപ്പിച്ചതാണ്. ഇവർക്കാണെങ്കിൽ ഇനി യാതൊരു പ്രശ്നവുമില്ലല്ലോ, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെ തൂക്കിക്കൊല്ലോ. PM ശ്രീ ദേശീയ നയമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രമാണ്. PM ശ്രീ നടപ്പാക്കിയാൽ അത് കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കും. പദ്ധതിയിൽ ഒപ്പിട്ടോ ഇല്ലയോ എന്നത് തനിക്കറിയില്ല. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ദേശീയ നയം പ്രഖ്യാപിച്ചു, അത് മിക്കവാറും സംസ്ഥാനങ്ങളിലെല്ലാം അത് നടപ്പിലായി. ഇവിടെയും അത് ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്ന വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ ഇതൊന്നും ബാധിക്കരുത്. ആ തരത്തിൽ മുഖ്യമന്ത്രി ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടെങ്കിലും അവർ തങ്ങളിൽ അത് തീർക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു വഖഫ് നിയമങ്ങളെടുത്ത് അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തുമെന്ന് പറഞ്ഞു. അത് അവിടുത്തെ ജനങ്ങൾ ചെയ്തു. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം കൊണ്ട് ഏതൊക്കെ രീതിയിൽ അത് ചവിട്ടി താഴ്ത്തപ്പെടുമെന്നുള്ളത് നമ്മളിനി ഭാവിയിൽ കാണാനിരിക്കുന്നത്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ EDയുടെ തുടർ നടപടികൾ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമുണ്ടാകും. CMRL കമ്പനിയുമായി എക്സാലോജിക് ഉണ്ടാക്കിയ കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ വീണ EDക്ക് കൈമാറിയെന്നാണ് സൂചന. SFIO ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച 134 രേഖകൾ ഇന്ന് EDക്ക് ലഭിച്ചേക്കും. മാസപ്പടി കേസിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ രേഖകളും മൊഴിയും പരിശോധിച്ചതിന് ശേഷമാകും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ വീണ EDക്ക് കൈമാറിയതായാണ് വിവരം. ചോദ്യം ചെയ്യലിനെത്തുമ്പോൾ രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് ED നിർദ്ദേശം നൽകിയിരുന്നു. 2,78,00,000 രൂപ CMRL നിന്നും വീണയുടെ എക്സാലോജിക് കമ്പനി കൈപ്പറ്റിയിരുന്നതായാണ് EDയുടെ കണ്ടെത്തൽ. കേസിൽ കൂടുതൽ പേരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. CMRL ജീവനക്കാരുടെ മൊഴി കൂടി പരിശോധിച്ചതിന് ശേഷം വീണയെ വീണ്ടും വിളിപ്പിച്ചേക്കും. അതേസമയം കേസിൽ അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പിടിച്ചെടുത്ത രേഖകൾ EDക്ക് ഇന്ന് ലഭിച്ചേക്കും. 134 രേഖകളാണ് SFIO പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ രേഖകളുടെ പരിശോധനയും നടത്തേണ്ടതുണ്ട്. ഇന്നലെ 8 മണിക്കൂറോളം ED വീണയെ ചോദ്യം ചെയ്തിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകരായ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. 6-ാം പ്രതി കിരൺ, 8-ാം പ്രതി ഷഫീഖ്, 17-ാം പ്രതി വൈശാഖ് എന്നിവരാണ് ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായതിനാൽ ജാമ്യം നൽകണമെന്നാണ് പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ 26 പേരെയാണ് പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. MV ഗോവിന്ദനെതിരെ നൽകിയ മാനനഷ്ട കേസിൽ K സുധാകരൻ MPക്ക് തിരിച്ചടി. സുധാകരൻ നൽകിയ മാനനഷ്ട കേസ് കോടതി തള്ളി. കൊച്ചിയിലെ പ്രത്യേക കോടതിയുടേതാണ് നടപടി. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ K സുധാകരനും ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് എതിരെയായിരുന്നു മാനനഷ്ട കേസ് നൽകിയത്. 2023 കേസിനാസ്പദമായ ആരോപണം ഉയർന്നത്. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ K സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നുവെന്ന ദേശാഭിമാനി വാർത്ത ഉയർത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപണമുന്നയിച്ചത്. അതിജീവിതയുടെ രഹസ്യമൊഴിയിൽ സുധാകരൻ വീട്ടിലുണ്ടായിരുന്നതായി പറയുന്നുവെന്ന തരത്തിലായിരുന്നു ദേശാഭിമാനി വാർത്ത. ഇത് MV ഗോവിന്ദൻ ഉന്നയിക്കുകയും സമൂഹമാധ്യമങ്ങളിൽ തന്നെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് K സുധാകരൻ ജനപ്രതിനിധികളുടെ കേസ് പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നത്. MV ഗോവിന്ദനെതിരെ തെളിവ് നൽകാൻ സുധാകരൻ നേരിട്ട് ഹാജരാകാത്തതോടെയാണ് കോടതി ഇന്ന് കേസ് തള്ളിയത്.
ഇതേ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കാട്ടി നേരത്തെ എം.വി. ഗോവിന്ദന് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിരുന്നു. എം.വി. ഗോവിന്ദൻ, ദേശാഭിമാനി, പി ദിവ്യ എന്നിവരായിരുന്നു എതിർകക്ഷികൾ. കേസിൽ 2 തവണ അവസരം നൽകിയിട്ടും സുധാകരൻ നേരിട്ട് ഹാജരാകാതെ വന്നതോടെയാണ് കോടതിയുടെ നടപടി. അതേസമയം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സുധാകരന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. തനിക്കെതിരായ ആരോപണങ്ങൾ പി ശശി, അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി റെസ്തോ എന്നിവരുടെ കുബുദ്ധി എന്നായിരുന്നു സുധാകരൻ പറഞ്ഞിരുന്നത്. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമം കൊണ്ട് മറുപടി പറയുമെന്ന് പറഞ്ഞ അതേ സുധാകരൻ തന്നെയാണ് കോടതിയിൽ തെളിവുകളുമായി ഹാജരാകാതിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ആലപ്പുഴയിലെ വിവാദ രക്ഷാപ്രവർത്തനത്തിൽ ഹൈക്കോടതി പ്രതികൾക്ക് നോട്ടീസ് അയച്ചു. പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെ SIT ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിലാണ് പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ തിരുവള്ളൂർ തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗം ജിതൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി വടകര കോടതി. ജിതനെ 2 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. സംഭവത്തിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തേക്കും. കേസിന്റെ അന്വേഷണ ചുമതല മെറിൻ ജോസഫ് IPS-നാണ്. മഹാരാഷ്ട്രയിൽ NCP ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് വിഭാഗവും കടുത്ത പ്രതിസന്ധിയിൽ. ഉദ്ധവ് പക്ഷം വിളിച്ച പാർലമെന്ററി പാർട്ടി യോഗത്തിൽ 6 MP-മാർ വിട്ടുനിന്നു. വിമത MP-മാർ ഷിൻഡെയ്ക്കൊപ്പം ചേർന്ന് NDA-യുടെ ഭാഗമാകും. ശരത് പവാർ വിഭാഗവും MP-മാരും NDA-യുമായി ചർച്ച നടത്തി. മഹാരാഷ്ട്രയിൽ ഒരിക്കൽ പിളർന്ന ശിവസേന NCP പാർട്ടികൾ വീണ്ടും പ്രതിസന്ധി നേരിടുകയാണ്. ശിവസേന ഉദ്ധവ് പക്ഷത്തെ 9-ൽ 6 MP-മാരും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം ചേർന്ന് NDA-യുടെ ഭാഗമാകും. ഇന്ന് ഉദ്ധവ് പക്ഷം വിളിച്ച പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് 6 MP-മാരും വിട്ടുനിന്നു. MP-മാർക്കൊപ്പം മുതിർന്ന നേതാക്കളും ഉദ്ധവിനെ കൈവിടുമെന്നാണ് സൂചന. ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP-യും പിളർപ്പിന്റെ ആശങ്കയിലാണ്. ശരത് പവാറിനൊപ്പമുള്ള MP-മാരും MLA-മാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉപമുഖ്യമന്ത്രി സുനേത്ര പവാർ നയിക്കുന്ന ഔദ്യോഗിക NCP-യുടെ ഭാഗമാകും. പാർട്ടിയിലെ ലോക്സഭാംഗങ്ങളിൽ സുപ്രിയ സുലെ ഒഴികെയുള്ള 6 പേരും ചുവടുമാറ്റാനാണ് തീരുമാനം. നേരത്തെ അജിത് പവാർ NCP പിളർത്തി ഔദ്യോഗിക ചിഹ്നവും പേരും സ്വന്തമാക്കിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് വിമത MP-മാർക്കൊപ്പം ഉദ്ധവ് ശരത് പവാർ വിഭാഗം MP-മാർ കൂടി എത്തുന്നതോടെ പാർലമെന്റിൽ BJP നേതൃത്വം നൽകുന്ന NDA കൂടുതൽ ശക്തമാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമേരിക്ക ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായി. കരാറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും. G7 ഉച്ചകോടിക്കിടെ ഫ്രാൻസിൽ വെച്ച് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഡിജിറ്റലായാണ് കരാറിൽ ഒപ്പുവെച്ചത്. US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമൂസ് കടലിടുക്കിലൂടെ ചരക്ക് ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആരംഭിച്ച് ഇന്നേക്ക് 111-ാം ദിവസമാണ് ഇറാൻ അമേരിക്ക സമാധാന കരാറിന് ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി വെഴ്സായ് കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് ട്രംപ് കരാറിൽ ഒപ്പുവെച്ചത്. ട്രംപ് ഒപ്പിട്ട കരാർ ഉടമ്പടി ഇറാനിലേക്ക് ഡിജിറ്റലായി കൈമാറുകയും അതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒപ്പിടുകയുമായിരുന്നു. നിലവിലെ ധാരണ പ്രകാരം 14-ഇന കരാർ ഉടമ്പടിയിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. കരാർ പ്രകാരം അമേരിക്കയും ഇറാനും അവരുടെ സഖ്യകക്ഷികളും ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലും ഉടനടി സൈനിക നടപടികൾ അവസാനിപ്പിക്കുമെന്നും പരസ്പരം ഭീഷണിപ്പെടുത്തില്ലെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ കരാർ പ്രകാരം ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ വാങ്ങുകയോ നിർമ്മിക്കുകയോ ഇല്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട്. നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ലഘൂകരിക്കുകയും ചെയ്യും. എന്നാൽ ഇറാൻ കരാർ ലംഘിച്ചാൽ കടുത്ത ബോംബാക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം നാളെ ജനീവയിൽ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്ക് മാറ്റമില്ല. കരാർ ഒപ്പുവെച്ചതോടെ അടുത്ത 60 ദിവസത്തിനുള്ളിൽ അന്തിമ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകൾ പൂർത്തിയാക്കും. കരാർ നിലവിൽ വന്നതോടെ ഹോർമൂസിലെ ചരക്ക് ഗതാഗതം സാധാരണ നിലയിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഇന്ന് ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തിച്ചേരും. 62,370 മെട്രിക് ടൺ LNG-യുമായാണ് കപ്പൽ എത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. കേന്ദ്രം സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. ഹോർമൂസ് കടന്ന് ഈ കപ്പലുകൾ ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യയിലുണ്ടായിരുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് അയവ് വരും എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.
വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF നടത്തിയ പ്രഖ്യാപനങ്ങളും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും ബജറ്റിൽ ഇടം നേടുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന പ്രത്യേകതയും ഈ ബജറ്റിന് ഉണ്ട്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് പാലക്കാട്ടെ നെൽകർഷകർ. നെല്ല് സംഭരണത്തിന് ആവശ്യമായ മുഴുവൻ തുകയും ബജറ്റിൽ വകയിരുത്തണമെന്നാണ് ആവശ്യം. കാര്യമായ മഴ ലഭിക്കാത്തതോടെ ഒന്നാം വിള ഇറക്കുന്നതും പ്രതിസന്ധിയിലാണ്. 19-ാം തീയതി UDF സർക്കാർ ആദ്യ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങുമ്പോൾ കാർഷിക മേഖലയ്ക്ക് കാര്യമായ പ്രാധാന്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ നെൽകർഷകർ. നെല്ല് സംഭരണത്തിനാവശ്യമായ മുഴുവൻ തുകയും ബജറ്റിൽ വകയിരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ആവശ്യത്തിന് പണം അനുവദിച്ചാൽ നെല്ല് സംഭരിച്ച 2-3 ദിവസത്തിനകം തുക കർഷകരുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കാനാകും. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കൂട്ടുമ്പോൾ അതിനാനുപാതികമായി സംസ്ഥാനം സ്വന്തം വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന രീതി തുടരില്ലെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ആശ്വാസം നൽകുന്നതാണെന്നും കർഷകർ പറഞ്ഞു. നെല്ല് സംഭരണ സമയത്ത് നടത്താറില്ല, നടത്തിയാൽ തന്നെ അവർക്ക് സമയത്തിനും പൈസ കിട്ടാറില്ല. അപ്പോൾ അതിനൊരു പ്രത്യേക ബഡ്ജറ്റിൽ ഒരു പ്രൊവിഷൻ കണ്ട് ഒരു നിശ്ചിത സംഖ്യ അതിലേക്ക് മാറ്റിവെച്ചാൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കൃഷി നഷ്ടത്തിലാണ് ഇപ്പോഴും പല കർഷകരും. അപ്പോൾ അവർ തന്നെ ഉള്ള കൃഷിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ നിലനിർത്താൻ കഴിയണമെങ്കിൽ അവർക്ക് നിശ്ചിതമായ ഒരു വരുമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വില നിശ്ചയിച്ച് അവർക്ക് സമയബന്ധിതമായി അത് കൊടുക്കാനുള്ള ഒരു നടപടികൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജില്ലയിൽ കാര്യമായ മഴ ലഭിക്കാത്തത് മൂലം ഒന്നാം വിളറക്കുന്നത് നിലവിൽ പ്രതിസന്ധിയിലാണ്. പാടം ഉഴുതുമറിക്കാൻ ആവശ്യമായ വെള്ളം പലയിടത്തും എത്തിയിട്ടില്ല. വലിയ നഷ്ടം സഹിച്ചും കൃഷിപ്പണി തുടരുന്ന കർഷകർക്കായി ബജറ്റിൽ വിസ്മയമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ. അമൃത ന്യൂസ്, പാലക്കാട്. കോട്ടയം കുറുപ്പുന്തറ സംഘമൈത്രിയിൽ പച്ചക്കറികൾ നൽകിയ കർഷകർക്ക് പണം ലഭിക്കുന്നില്ലെന്ന് പരാതി. കഴിഞ്ഞ 4 മാസം പച്ചക്കറികൾ സംഭരിച്ച വകയിൽ ലക്ഷക്കണക്കിന് രൂപ കർഷകർക്ക് ലഭിക്കാനുണ്ട്. സർക്കാർ ഫണ്ട് ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. പണം ലഭിക്കാനായി സമരത്തിനൊരുങ്ങുകയാണ് കർഷകർ. കോട്ടയം മാഞ്ഞൂർ പഞ്ചായത്തിലെ കുറുപ്പന്തറയിൽ പ്രവർത്തിക്കുന്ന സംഘമൈത്രി കാർഷികോൽപ്പന്ന സംഭരണ വിതരണ ലേലകേന്ദ്രത്തിനെതിരെയാണ് പരാതിയുമായി കർഷകർ രംഗത്തെത്തിയിരിക്കുന്നത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കഴിഞ്ഞ 4 മാസമായി കർഷകരിൽ നിന്നും സംഭരിച്ച പച്ചക്കറികളുടെയും പഴങ്ങളുടെയും പണം നൽകിയിട്ടില്ല. പാല വയല സ്വദേശിയായ യുവകർഷകന് മാത്രം സംഘമൈത്രിയിൽ നിന്നും 1.25 ലക്ഷം രൂപ ലഭിക്കാനുണ്ട്. എനിക്കിപ്പം 1,80,000 രൂപ കിട്ടാൻ കിടക്കുവാണ്. എനിക്ക് ഒരു മാസത്തിൽ ആഴ്ചയിൽ 5,000 രൂപ വെച്ച് എനിക്ക് കിട്ടുന്നുള്ളൂ. 5,000 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലും കിട്ടുന്നില്ല. കാരണം അവിടെ കിട്ടാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൈസ തരുന്നില്ല. ഇവിടെ എന്താ കാര്യം നടത്തില്ല. ഇപ്പം അവിടെ ലിസ്റ്റ് എഴുതിയിട്ട് നമ്മളിവിടെ ക്യൂ നിൽക്കണം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പഴം, പച്ചക്കറികൾ മുതലായവ ഇവിടെ ലേലം ചെയ്ത് സർക്കാർ സംവിധാനങ്ങൾക്കും മറ്റു വ്യാപാരികൾക്കും വിൽപ്പന നടത്തുന്നുണ്ട്. എന്നാൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കർഷകർക്ക് മാസങ്ങളായി പണം നൽകുന്നില്ല. ഭരണസമിതിയുടെ ഒത്താശയോടെ വൻകിട കച്ചവടക്കാർക്ക് ഇവിടെ നിന്നും വൻതോതിൽ പച്ചക്കറികൾ കടം നൽകാറുണ്ട് എന്നും കർഷകർ പറയുന്നു. 8 ലക്ഷം രൂപ കർഷകർ കൊടുക്കാൻ കിടക്കുക. നോക്കിയപ്പോൾ എന്നാ പർച്ചേസ് നോക്കിയപ്പോൾ കച്ചവടക്കാരൻ 12 ലക്ഷം രൂപ കച്ചവടക്കാരെന്ന് കിട്ടാനുണ്ട്. ഈ പൈസ അവിടെ പോയി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഹോർട്ടിക്കൾച്ചറിന് ഇവർ സാധനം കൊടുക്കുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചറും പൈസ കിട്ടുന്നില്ല. സംഘമൈത്രിയിൽ വർഷങ്ങളായി പൊതുയോഗമോ വരവ് ചിലവ് കണക്കുകളുടെ അവതരണമോ നടക്കാറില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ തെരഞ്ഞെടുപ്പും നടക്കാറില്ലെന്നും കർഷകർ പറയുന്നു. സർക്കാർ ഫണ്ട് എത്തിയാൽ ഉടൻ കർഷകർക്ക് പണം കൊടുത്തു തീർക്കുമെന്നാണ് സംഘമൈത്രി അധികൃതർ പറയുന്നത്. ഹോർട്ടികോപ്പ് നമുക്ക് 16 ലക്ഷം രൂപ തരാനുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് നമുക്ക് കൃഷി വകുപ്പ് ഒരു 4 ലക്ഷം രൂപയും തരാനുണ്ട്. നമുക്കൊരു 20 ലക്ഷം രൂപ ബ്ലോക്കായി കിടക്കുകയാണ്. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ സംഘത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 4,40,000 രൂപ മാത്രമേ ഉള്ളൂ. അതേസമയം ലഭിക്കാനുള്ള പണം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് സമരത്തിന് ഒരുങ്ങുകയാണ് കർഷകർ. അമൃത ന്യൂസ്, കോട്ടയം. ലോകകപ്പിലെ മികച്ച ടീമുകളൊന്നായ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കന്നി ലോകകപ്പ് കളിച്ച് കോങ്കോ. ഗ്രൂപ്പ് കെയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. കളി തുടങ്ങി 6-ാം മിനിറ്റിലാണ് പോർച്ചുഗൽ ഗോൾ നേടിയത്. പെഡ്രോ നെറ്റോ നൽകിയ ക്രോസ് മികച്ചൊരു ഹെഡറിലൂടെ ജാവോ നെവസ് വലയിലാക്കുകയായിരുന്നു. അതേസമയം ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോങ്കോയുടെ ചരിത്ര ഗോൾ പിറന്നു. കോർണർ കിക്കിൽ ആർദുർ മസ്വാക്കു നൽകിയ ക്രോസ് ഹെഡറിലൂടെ യോവാൻ വിസ വലയിലാക്കി. പോർച്ചുഗലിന്റെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിറം മങ്ങിയാണ് കളിച്ചത്.
വലതുകാലിനേറ്റ പരിക്കിനെ തുടർന്ന് 1 മാസമായി പുറത്തിരുന്ന ബ്രസീൽ താരം നെയ്മർ പരിശീലനത്തിനിറങ്ങി. ഇന്നലെ ന്യൂജേഴ്സിയിലെ മോറിസ് ടൗണിൽ നടന്ന ക്ലബിന്റെ പരിശീലനത്തിൽ യൂണിഫോമിലാണ് പരിശീലനം നടത്തിയത്. ടീം അംഗങ്ങൾക്കൊപ്പമാണ് പരിശീലനത്തിനിറങ്ങിയത്. 34-കാരനായ താരം അമേരിക്കയിൽ എത്തിയതിനു ശേഷം ആദ്യമായി ചൊവ്വാഴ്ച സൈഡ് ലൈനിൽ ഒറ്റയ്ക്ക് പരിശീലനം നടത്തിയിരുന്നു. ലോകകപ്പിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് സൗത്ത് ആഫ്രിക്കയെ നേരിടും. 9:30 മുതലാണ് മത്സരം. 12:30 ബോസ്നിയ സ്വിറ്റ്സർലാൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഖത്തർ കാനഡ പോരാട്ടം നടക്കും. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക.